നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. മ്യാൻമറിലും തായ്ലൻഡിലും ശക്തമായ ഭൂചലനം. 7.5 തീവ്രതയിൽ രേഖപ്പെടുത്തിയ ശക്തമായ പ്രകമ്പനം. 36 നിലകളുള്ള ബിൽഡിങ്ങുകൾ തകർന്നടിയുന്ന ഭീകരമായ ദൃശ്യങ്ങൾ. നൂറുകണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. ഒരു രാജ്യത്തെ തന്നെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള വൻ ഭൂചലനമാണ് അവിടെ ഉണ്ടായത്. ഭൂചലനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത് മനുഷ്യന് ഉണരാൻ വേണ്ടിയാണ്, ഉണർത്താൻ വേണ്ടിയാണ്. ഒമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല ഓരോ ദൃഷ്ടാന്തങ്ങളെ അയച്ചുകൊണ്ടിരിക്കുന്നത്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകളെ രുചിപ്പിക്കുന്നത് ലഅല്ലഹും യർജിഊൻ. മനുഷ്യർ മടങ്ങാൻ വേണ്ടിയാണ്. പാപഭംഗിലമായ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ തീരത്തേക്ക് മടങ്ങാൻ വേണ്ടി. ഭൂചലനങ്ങളുടെ ഉറവിടത്തെ സംബന്ധിച്ച് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട്, ഫൈദസ്തഹല്ലു സിന വശരിബുൽ ഖുമൂർ. ജനങ്ങൾ വ്യഭിചാരത്തെ ഹലാലായി കാണുകയും മദ്യപിക്കുകയും അതേപോലെ തന്നെ ജനങ്ങൾ വാദ്യോപകരണങ്ങൾ അധികമായി ഉപയോഗിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവന്റെ ആകാശത്തിൽ ജനങ്ങളോട് കോപിക്കുകയും ഭൂമിയോട് പറയുകയും ചെയ്യും, തസൽസലി ബിഹിം. നീ അവരെ കൊണ്ട് പ്രകമ്പനം കൊള്ളുക. പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പാപികൾക്കുള്ള ശിക്ഷയും ഉണർത്തലുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവന്റെ അദാബുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീള് മിൻ ജമീഇൽ البلايا والأعداء والأمراض آمين برحمتك يا أرحم الراحمين.